ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പഫ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. പഫ്സിന്റെ ഷീറ്റ് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന്റെ കൂടെ ഓവൻ ഇല്ലാതെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പഫ്സ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറേ ലെയേഴ്സ് ഒക്കെ ഉള്ള മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഓവൻ ഇല്ലെങ്കിലും ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും. അപ്പോൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാവിനനുസരിച്ചിട്ട് വെള്ളം കൂടുതലോ കുറവോ വേണ്ടി വരും. ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml കപ്പാണ് കേട്ടോ. അപ്പം മൊത്തം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല, നെയ്യായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. മാവ് കുഴച്ചതിന് ശേഷം മാറ്റിയൊന്നും വയ്ക്കണ്ട കേട്ടോ. എണ്ണയോ മാവോ ഒന്നും വിതറാതെ തന്നെ നമ്മൾ പരത്തിയെടുക്കുകയാണ്. ഒട്ടിയൊന്നും പിടിക്കില്ല. ആദ്യത്തെ പ്രാവശ്യം പരത്തിയെടുക്കുമ്പം നമ്മൾ സാധാരണ വട്ടം പോലെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ എല്ലാം റെക്റ്റാങ്കിൾ പോലെ പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലോട്ട് നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. ഞാൻ 250 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ നമുക്ക് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നടുക്കോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതിൽ വയ്ക്കുന്നതിന് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അലിഞ്ഞു പോയ ബട്ടർ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്, 43 ഡിഗ്രിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ തന്നെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബട്ടർ നടുക്കോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പൊതിഞ്ഞെടുക്കണം. അതായത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ബട്ടർ ഒട്ടും പുറത്തോട്ട് പോകാൻ പാടില്ല. നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കുക. അതായത് ഇതുപോലെ 2 സൈഡിൽ നിന്ന് നടുക്കോട്ട് വയ്ക്കുക. പിന്നെ മുകളിലത്തെ ഭാഗവും മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ പാക്കറ്റ് പോലെ പൊതിഞ്ഞെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. ഇപ്പം ബട്ടർ നന്നായിട്ട് അരിഞ്ഞു പോയതുകൊണ്ട് ഇപ്പം നമ്മൾ പരത്തിയെടുത്ത ബട്ടർ പുറത്തോട്ട് വരും കേട്ടോ. അതുകൊണ്ട് പരത്തിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലിങ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് വയ്ക്കാം, സിപ്പ് ലോക്ക് ബാഗിനകത്ത് വയ്ക്കാം, അല്ലെങ്കിൽ പാത്രത്തിൽ വയ്ക്കാം. അപ്പോൾ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ, കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ പുറത്തോട്ട് എടുത്ത ഉടനെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. പിന്നെയും ഈ ചൂടത്താണ് ഇരിക്കുന്നത്, ബട്ടർ അലിഞ്ഞു തുടങ്ങും. നമ്മൾ ബട്ടർ അലിഞ്ഞു തുടങ്ങിയിട്ട് പരത്തിയാൽ അകത്തുനിന്നുള്ള ബട്ടറൊക്കെ പുറത്തോട്ട് ഒലിച്ചു വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ പോലെയല്ല, റൗണ്ടായിട്ടാണ് പരത്തിയെടുത്തത്. ഇനി നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചതുരമായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്നും 2 സൈഡിൽ നിന്നും നടുക്കോട്ട് മടക്കി കൊടുക്കാം. ഇതായിപ്പോൾ കുറച്ച് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കിയിട്ട് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നിങ്ങൾ 4 പ്രാവശ്യം കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തം 5 പ്രാവശ്യം ഇതുപോലെ നമ്മൾ മടക്കി പരത്തിയെടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം പരത്തി കഴിഞ്ഞിട്ട് ഇതേപോലെ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ 20 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അടുത്തടുത്ത് പരത്താം. അത്ര പാടൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പം 4 പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതാണ്. നമുക്കൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഫ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതിപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ലെയർ. ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു മാസം 1.5 മാസം വരെ സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ. നമുക്ക് പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ നേരത്ത് കുറച്ചും കൂടെ നൈസായിട്ട് പരത്തിയെടുക്കാം. ഇപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കഷ്ണം വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ താഴത്തെ ഉള്ളത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ക്ലിങ് റാപ്പറോ എല്ലാം വെച്ച് കൊടുത്താൽ മതി,
ഒട്ടിപ്പിടിക്കില്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചേക്കാം. ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ പുറത്ത് വെച്ചാൽ മതി. നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് നിങ്ങൾ പഫ്സ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വച്ചതിന് ശേഷം പഫ്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഫ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ബേക്കറിയിലെ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു പീസ് പഫ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനത് 2ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഫില്ലിംഗ് ഇല്ലാതെയാണ് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നത്. സൈഡ് ഒന്ന് കട്ട് ചെയ്ത് നല്ല കറക്റ്റാക്കി കൊടുക്കുക. ഇനി ഞാനിത് കുറച്ചും കൂടെ നൈസായിട്ട് പരത്തി എടുക്കണില്ല, ഫില്ലിംഗ് വെക്കാതെയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിരുന്നോട്ടെ. ഇതിൻ്റെ മുകളിൽ നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുകളിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. എന്നാലേ ആ ബ്രൗൺ ഷെയ്ഡ് പഫ്സിന് കിട്ടുള്ളൂ. ഇപ്പോൾ എഗ്ഗ് തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പാല് തേച്ചാലും മതി കേട്ടോ. ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പഫ്സ് വെച്ച് കൊടുക്കാം. ഞാൻ കേക്ക് ടിന്നിലാണ് പഫ്സ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. ഫില്ലിംഗ് വെച്ചുള്ള പഫ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. തീ മീഡിയത്തിലോട്ടാക്കിയിട്ട് കൊടുക്കുക. 40 മിനിറ്റോളം എടുക്കും ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ബട്ടറൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ലെയറൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഫ്സ് റെഡിയായി വന്നിട്ടുണ്ട്. മുകളിലത്തെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല പോലെ ലെയറൊക്കെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒക്കെ ബേക്കറിയിലെ പഫ്സ് പോലെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബട്ടറിലെ ഉപ്പും കൂടെ ആവുമ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ മാവിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ സൗണ്ട്, ഇരിഞ്ഞിട്ടുള്ള സൗണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെയാണ്. കണ്ടോ, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ. ഓവൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.